ആ റോമൻസിലൊരു പാട്ടിലല്ലേ കുറച്ച് ജിബ്രിഷ് പോലെ കുറേ വരികൾ വന്നിട്ട് അത് 7 ദിവസം കഷ്ടപ്പെട്ടൊക്കെ എഴുതിയ പാട്ട്. എം ജയചന്ദ്രൻ്റെ അടുത്തിരുന്ന അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. 7-8 ദിവസമൊക്കെ ചിലപ്പം ഇവിടെ ഇരി അങ്ങനെയാണ്. പക്ഷെ അതിന് ഒരു ഫലമുണ്ട്. അത് ഓർമ്മയുണ്ടോ? ഓ, മാനത്തൂരു വെള്ളിക്കുയിൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീണ്ടു പോകുന്നൊരു പാട്ടുണ്ട്. പറയാൻ പറ്റുമോ? എനിക്ക് എൻ്റെ വരികൾ എനിക്ക് എല്ലാം കാണാപാഠമാകാന്ന് പറയുന്ന ഒരു സിദ്ധി വശമല്ല. കൈതപ്പുറം തിരുമേനിയും ശ്രീകുമാരൻ തമ്പി സാറും ഒക്കെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇത് പറയുന്ന അസൂയ തോന്നും. അദ്ദേഹം അവരുടെ മനസ്സിൽ ഇതുണ്ട്. ഞാനിതിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാറില്ല. കാര്യം അത് പറന്നുപോയ കിളിയാണ്, മറ്റേതോ കൊമ്പിലിരിക്കുകയാണ്. എൻ്റെ ഹൃദയത്തെക്കാൾ മറ്റേതോ ഹൃദയങ്ങളുടെ ചില്ലകളിൽ ചേക്കേറി കഴിഞ്ഞു. അത് അതേപോലെ മല്ലു സിംഗിലെ എൻ്റെ മല്ലു സിംഗിലെ പാട്ടുകൾ കാക്കാമലയിലെ കാക്കാമലയിലേ ഉള്ളൂ. അതും പിന്നെ ഒരു കിങ്ങിണിക്കാറ്റ് വന്ന് കിന്നരം മീട്ടി ഇതിലെ ആ പാട്ടുകളാണ് എഴുതി. അതിൽ പഞ്ചാബിനെ വരച്ചിടാനും പറഞ്ഞപ്പോൾ 5 നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളി, 5 നദി കൊഞ്ചലുള്ള പഞ്ചവർണ്ണ പനങ്കിളിയാണ് പഞ്ചാബ്. ഇതിൽ കൂടുതൽ എന്ത് പറയാനാണ്? അതിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അങ്ങ് ഭക്രാനങ്കലിൻ്റെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഭക്രാനങ്കൽ അവിടെ അണക്കെട്ടാണ്, എന്തും എഴുതാന്ന് പറഞ്ഞപ്പോഴേ. പിന്നെ അതിൽ തന്നെയാണ് അങ്ങ് ജീരകപ്പാടമതിനക്കരെ പോയ കുഞ്ഞു സൂര്യനെ തേടി അലയ. അതാണ് മല്ലു സിംഗിന്റെ കഥ. അതെ, അങ്ങനെ എഴുതാനുള്ള ഭാഗ്യം കിട്ടി. അതെ, ജീരകപ്പാടം അതിനക്കരെ പോയ കുഞ്ഞു സൂര്യനാണ് ഉണ്ണിമുകുന്ദൻ. അതിനെ തേടി ഇവിടുന്ന് കുഞ്ചാക്ക പോകാൻ പോകുന്നതാണ് കഥ. ഇന്ന് കുഞ്ഞു സൂര്യനല്ല, വലിയ സൂര്യനായി. അതെ, ഞാനത് എപ്പോഴും ഓർക്കും. ഉണ്ണിയുടെ ആ സ്ഥിരോത്സാഹം, ഉണ്ണി സ്വപ്നം കാണുന്നത്, ഉണ്ണിയുടെ നിഷ്കളങ്കത എല്ലാം അയാളെ വിജയത്തിലേക്ക് എത്തിച്ചു. മല്ലു സിംഗിൽ പാട്ട് എഴുതാൻ കഴിഞ്ഞു എന്നുള്ളത് അയാളെ എപ്പോഴും ആ ആത്മബന്ധം സൂക്ഷിക്കാറുണ്ട്. ഈ പ്രിയതമേ ശകുന്തളയെ പോലെ ശകുന്തളയെക്കുറിച്ച് അത്യാവശ്യം വേറൊരു പാട്ടിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടില്ലേ? അത് ഈ പാട്ടിൽ തന്നെയാണ്. ഈ പാട്ടിലാണ് തന്നെ. ഓർമ്മകളെല്ലാം ചന്ദന വിരലിൽ മോതിരമായി അണിയാം. അത് പ്രിയതമേ ശകുന്തള എന്ന പാട്ടിലാണ്. ഈ ഓർമ്മകളൊക്കെ ചന്ദന വിരലിൽ മോതിരമായി അണിഞ്ഞുകൊണ്ടാണ് ദുഷ്യന്തൻ പോകുന്നത്. അതാണ് മെയിൻ. ആ തളർ വിരലിൽ ഒരു മോതിരം അണിയുകയാണ്. എന്നിട്ട് ഈ മോതിരം സൂക്ഷിച്ചു വെച്ചേക്കണം, ഇതെന്റെ ഓർമ്മകളുടെ മോതിരമാണെന്ന് ദുഷ്യന്തൻ പറയുന്നുണ്ട്. അത് നമ്മൾ പണ്ടെവിടെയോ വായിച്ചത് ഒരു സിനിമാ പാട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞു. ഈ 1001 ഗാനങ്ങളുടെ ഒരു സമ്പൂർണ്ണ സമാഹാരം ഇറക്കിയത് ഞാൻ 16 വർഷം മുമ്പ്. HNC ആണ് ഇറക്കിയത്, എൻ്റെ പ്രിയ ഗീതങ്ങൾ, ആ പേര്. അപ്പോൾ അതിൽ ONV സാറിനോടൊരു അവതാരി എഴുതി തരണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നു. അദ്ദേഹം സമ്മതിക്കാത്തതാണ്. പക്ഷെ അദ്ദേഹം എന്തോ ഒരു ആർദ്രതയുള്ള ഒരാൾക്ക് പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ഒരു സാധാരണക്കാരനെ പിടികിട്ടുമെന്നുള്ളതുകൊണ്ടായിരിക്കും. ഇരിക്കും എന്ന് പറഞ്ഞു, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു പോയിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അങ്ങനെ ഈ പാട്ടുകൾ അന്ന് എഴുതിയ 10-40 സിനിമയുടെ പാട്ടും പിന്നെ ഭക്തിഗാനം ഒക്കെ കൂടെ 1001 ഗാനങ്ങൾ. അതിൽ അദ്ദേഹം കുറേ പാട്ടുകളൊക്കെ വായിച്ചു നോക്കിയിട്ട് ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. ശാകുന്തളത്തിൻ്റെ ആത്മാവ് ഇയാൾ 2 വരികളിൽ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. വലിയ അപ്രിസിയേഷനാണ്. ഒരു മഹാകവി അങ്ങനെ പറയുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമാണ്. ഈ സിനിമയിൽ പാട്ട് എഴുതുന്നതിന് മുമ്പ് ഒരു 16 പടത്തിൻ്റെ ഓഡിയോ കാസറ്റിൽ എൻ്റെ പാട്ടുണ്ട്. അതെല്ലാം ചെറിയ പടങ്ങളും അല്ലായിരുന്നു. രാക്കിളിപ്പാട്ട്, അതുപോലെ ചതുരംഗം, നീലാമ്പലല്ലേ നീ എൻ്റേതല്ലേ, അതുപോലെ തന്നെ വെള്ളിമണിക്കുട താനേ വിടരും നേരം, അങ്ങനെ ഒരു പാട്ട്. അതുപോലെ രാക്കിളിപ്പാട്ടിൽ കണ്ണിലുടക്കിയ കാന്താരി പെണ്ണിനെ കാണാൻ മഴ പെയ്തു തോർന്നൊരു രാവിൽ, അതിൽ തന്നെയാണ്. നീലാമ്പൽ പൂവേ നിന്റെ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ സൂര്യപുത്രൻ എന്ന് പറയുന്ന പടത്തിൽ മേഘഹംസങ്ങൾ ദൂത് പോയി വരും മാഘമാസ ശുഭസായന്തൻ, വിനയ സാറിൻ്റെ ആകാശഗംഗയിൽ അങ്ങനെ ഒരു പാട്ടുണ്ട്. അതുപോലെ മേൽവിലാസം ശരിയാണ് എന്ന് പറഞ്ഞ മണിമഞ്ചലേറിയൻ അരികത്തു വന്ന നിൻ മുഖകാന്തിയാണി നിലാവ്. ഇതെല്ലാം സിനിമയാണെന്ന് തെറ്റിദ്ധരിച്ച് പാവങ്ങളൊക്കെ കേൾക്കും. ചില റേഡിയോ സ്റ്റേഷനിൽ ചില ഉദ്യോഗസ്ഥന്മാർ തെറ്റിദ്ധരിച്ച് അടുത്ത ഗാനം രക്തസാക്ഷികൾ സിന്ദാബാദ്, ഗാനരചന രാജ്യവാലങ്കൽ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ പെട്ടെന്ന് സിനിമ പാട്ട് എഴുത്തുകാരനാവും. കാര്യം രക്തസാക്ഷി സിന്ദാബാദിൽ 2 പാട്ടുണ്ട്. പനിനീർമാരിയിൽ എന്നൊരു പാട്ടുണ്ട്, പിന്നെ ചെറുവള്ളിക്കാവിലിന്ന് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. 2 സുദീപ് കുമാറാണ് പാടിയത്. അപ്പോൾ ഇതിലൊക്കെ എൻ്റെ ചെറിയ സ്റ്റാറിൽ മാറ്റി വച്ചിരിക്കും കാസറ്റിൽ. ബാക്കിയൊക്കെ ONV, ഗിരീഷ് പുത്തഞ്ചേരി, അതുപോലെ തന്നെ P ഭാസ്കരൻ, ONV ഗ്രൂപ്പ് സാർ. അപ്പോൾ ONV, P ഭാസ്കരൻ, ഏഴാച്ചേരി, ഗിരീഷ് പുത്തഞ്ചേരി, ഈ 4 പേരാണ് രക്തസാക്ഷി സിന്ദാബാദിൽ. അതിൻ്റെ താഴെ രാജീവ് വാലങ്കൽ എന്നും കൂടി അടിച്ചിട്ടുണ്ട്. ഇതൊരു സ്റ്റാർ ഇട്ടതാണ്.
പക്ഷെ ചില സമയങ്ങളിലൊക്കെ ഞാൻ ചില റേഡിയോ സ്റ്റേഷനിൽ ഞാൻ നേരിട്ട് കൊണ്ട് കൊടുക്കും, ഈ സ്റ്റാറൊക്കെ മാറ്റി, അങ്ങനെയെങ്കിലും കേൾക്കാനോ അങ്ങനെയെങ്കിലും നമ്മുടെ പാട്ട് കേൾക്കാം. സിനിമയിൽ ഒരിക്കലും എത്തുമെന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. ഒരു സൂപ്പർ സ്റ്റാറിന് കൊടുക്കുന്ന പ്രതിഫലം തന്നെയാണ് ഓഡിയോ റൈറ്റ് പലപ്പോഴും. അത്രയ്ക്ക് ഓഡിയോ കച്ചവടം വലിയ ഭംഗിയായി തകൃതിയായി നടക്കുമ്പോൾ നമ്മളെപ്പോലെ ഒരാളെ എങ്ങനെ ആൾക്കാർ ഓർക്കുമെന്നുള്ളത് വല്ലാത്ത അത്ഭുതമാണ്. അപ്പോഴാണ് ജോണി സാഗരിക നമ്മളോട് പറയുന്നത് ഒരിക്കലും എഴുതാൻ രാജീവേ എന്ന് പറയും. അതെ അതെ, ചില അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെയാണ് രാജീവേട്ടൻ്റെ വിക്ക് മാറിയത്. എനിക്ക് തോന്നുന്നു 19-ാം വയസ്സിലോ മറ്റോ ആണ് ഒരു വേദിയിൽ പ്രസംഗിക്കാൻ പറയുമ്പോഴാണ് വിക്ക് മാറിയത്. അതെ, എനിക്ക് 19 കഴിഞ്ഞു, 20 ആകാത്തൊരു സമയമാണ്. അതുവരെ വിക്കി നടക്കുകയായിരുന്നു. വിക്ക് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഒരു ക്ലാസ് മുറിയിൽ ഞാൻ ഉത്തരം പറഞ്ഞിട്ടില്ല. എന്ന് ഉപയോഗിക്കാൻ എനിക്ക് ആവില്ല. ദവിടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടും. അപ്പോൾ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാൻ പലയിടത്തും അപഹാസ്യനായത് ഇതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ രാജൻ പി ദേവ് ഒരു നാടകത്തിൽ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, രാജൻ പി ദേവ് ഒരു നാടകത്തിൻ്റെ ഉദ്ഘാടനത്തിന് ശ്രീ ബെന്നി പി നായരമ്പലമാണ് നാടകകൃത്ത്. അദ്ദേഹത്തോട് 2 വാക്ക് പറയാൻ പറഞ്ഞിട്ട് നീ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛൻ മുമ്പിലിരിക്കുകയാണ്, പാവം. അച്ഛനിങ്ങനെ വെട്ടി വേർക്കുന്നു. കാര്യം ഇപ്പം നാണം കെടാൻ പോവാം. പക്ഷെ ഞാൻ ആ സമയം മുതൽ വെക്കിയിട്ടില്ല. കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ വികാരം നന്നായിട്ട് അറിയാം. അതെനിക്ക് അടയാളപ്പെടുത്താൻ കഴിയും നിങ്ങളോട്. ഞാൻ കൗമാരത്തിൽ എൻ്റെ സങ്കടങ്ങളോ എൻ്റെ പ്രണയമോ എൻ്റെ വേവലാതികളോ എൻ്റെ വിരഹമോ ഒന്നും പറഞ്ഞിട്ട് ആർക്കും മനസ്സിലായില്ല. ഇനി 12 വരിയിൽ പറയുന്ന മറ്റാരുടെയോ വേവലാതികൾ, അവരുടെ പ്രണയം, അവരുടെ സന്ദേഹങ്ങൾ, അതൊക്കെയാണല്ലോ ഈ പാട്ട്. അതൊക്കെ നിങ്ങൾ കേൾക്കാൻ പോവുകയാണ്. ആ ആത്മവിശ്വാസമാണ് ഇപ്പോഴും ഞാൻ എന്നെ ഇരുത്തിയിരിക്കുന്നത്. എൻ്റെ എളിയ ഹൃദയം, എനിക്കിപ്പോഴും ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എനിക്ക് എന്നോട് തന്നെ ഒന്ന് ജയിച്ച് നിൽക്കണം. എനിക്ക് എന്നോട് മാത്രം ജയിച്ചാൽ മതി, വേറെ വലിയ സക്സസ് ഒന്നും എനിക്ക് വേണ്ട. എന്നിൽ വേറൊരാളുണ്ട്, 2 പേരുണ്ടല്ലോ. എന്നിലെ പ്രതിഭയുണ്ട്, ഒരു കേവലനായ മനുഷ്യനുണ്ട്. എപ്പോഴും തോറ്റുപോകുന്ന, കരയുന്ന, എപ്പോഴും ജീവിതം തകർന്നു പോയി എന്ന് തോന്നുന്ന ഒരാളുണ്ട്. മറ്റൊരാളുണ്ട് എപ്പോഴും വിജയിക്കാൻ മാത്രം ജനിച്ചതാണെന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭയുമുണ്ട്. ആ പ്രതിഭ എന്നെ എപ്പോഴും ഇങ്ങനെ ഉമ്മ വയ്ക്കുന്നുണ്ട്. മറ്റേയാൾ പലപ്പോഴും മരിച്ചു വീഴും. അപ്പോഴൊക്കെ ഒരു മൃതസഞ്ജീവനി പോലെ ഒരു ചുംബനം ഈ പ്രതിഭയാകുന്ന ആൾ എൻ്റെ ഉള്ളിലിരുന്ന് അയാൾക്ക് കൊടുക്കുന്നുണ്ട്. അത് എല്ലാം മനുഷ്യരും അത് അനുഭവിക്കുന്നുണ്ടാവും. എനിക്ക് എൻ്റെ ഒരു എളിയ രീതിയിൽ എനിക്ക് അടയാളപ്പെടുത്താൻ കഴിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരു അതിജീവനമാണ് ഈ നിമിഷം വരെ, അങ്ങയോട് സംസാരിക്കാൻ കിട്ടുന്ന ഈ നിമിഷം വരെ പാട്ടുകളെക്കുറിച്ച് വളരെ ആധികാരികമായി അഴകാഴത്തോടെ പഠിക്കുന്ന ഒരാളുടെ മുമ്പിൽ എൻ്റെ ഈ 30-ാമത്തെ വർഷം എന്നെ കൊണ്ട് ഇരുത്തിയ കാലത്തിന് ഞാൻ നന്ദി പറയാം. ഇതേപോലെ വേദികളിൽ ഭയങ്കര രസമായിട്ട് രാജീവേട്ടൻ സംസാരിക്കും.